മരണഭയമകറ്റി ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന അത്യന്തം ശക്തിയുള്ള ഋദ്യോഗ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം നേരിട്ട് അനുഭവിക്കാൻ സഹായിക്കുന്ന ഈ മഹാമന്ത്രം മാർക്കണ്ഡേയ മഹർഷിക്ക് യമധർമ്മരാജാവിൽ നിന്നും രക്ഷ നേടാൻ ശിവൻ ഉപദേശിച്ചു തന്നതായാണ് പുരാണത്തിൽ പറയുന്നത്. മൃഗണ്ഡു മഹർഷിയുടെ മകനായ മാർക്കണ്ഡേയന് 16 വയസ്സുവരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശിവഭക്തനായ അദ്ദേഹം നിശ്ചിത സമയത്ത് പ്രാണനെടുക്കാനെത്തിയ യമനെ കണ്ടപ്പോൾ ശിവലിംഗത്തെ ആശ്രയിച്ച് ഈ മന്ത്രം ഭക്തിപൂർവം ജപിച്ചു. ആ ഭക്തിയിൽ പ്രസാദിച്ച ശിവൻ പ്രത്യക്ഷപ്പെട്ടു. യമനെ പിന്തിരിപ്പിച്ച് മാർക്കണ്ഡേയനെ രക്ഷിക്കുകയും ചിരഞ്ജീവിയാകാൻ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. മന്ത്രജപത്തിൻ്റെ പ്രയോജനങ്ങൾ: മരണഭയമകറ്റാൻ സഹായിക്കുന്നു. രോഗശാന്തിയും ആയുസ്സിൻ്റെ വർധനയും പ്രദാനം ചെയ്യുന്നു. മാനസിക ശക്തിയും ധൈര്യവും വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആത്മബലം നൽകുന്നു. ഋദ്യോഗത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഈ മന്ത്രം യജുർവേദത്തിലും ആവർത്തിച്ച് മഹത്വപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പുരാതന കാലത്ത് അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന ഈ മന്ത്രം ലോകത്തിന് പരിചിതമായത് മാർക്കണ്ഡേയ മഹർഷി മുഖാന്തരമായാണ്. ദക്ഷന്റെ ശാപഫലമായി ക്ഷയിച്ച ചന്ദ്രദേവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായി ദക്ഷപുത്രിയായ സതിക്ക് മാർക്കണ്ഡേയൻ ഈ മന്ത്രോപദേശം നൽകിയതോടെയാണ് മന്ത്രത്തിൻ്റെ മഹിമ ലോകമെങ്ങും പരന്നത്. പിന്നീട് പാർവതീദേവിയുടെ ബാല്യകാലത്ത് മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ബാല്യകാല അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ അത് ശ്രവിച്ച പാർവതീദേവി ഗുരുപദേശം കൂടാതെ തന്നെ ഈ മന്ത്രം സ്വയം ഉരുവിടുന്നു. ആദിപരാശക്തിയായ പാർവതി തന്നെയാണ് മുൻ ജന്മത്തിൽ സതിയായി അവതരിച്ചിരുന്നതെന്ന് അപ്പോൾ മാർക്കണ്ഡേയൻ സ്മരിച്ചു. അങ്ങനെ ദൈവാനുഗ്രഹത്തോടെ രഹസ്യമായിരുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം സകല ജനങ്ങൾക്കും പ്രാപ്യമാവുകയായിരുന്നു. ഭക്തിയോടും ശുദ്ധചിത്തയോടും കൂടിയുള്ള മഹാമൃത്യുഞ്ജയ മന്ത്രജപം ആത്മവിശ്വാസവും ആത്മശക്തിയും പകരുന്ന ദിവ്യാനുഭവമായി മാറുന്നു. മരണത്തെപ്പോലും ജയിക്കാൻ കഴിവുള്ള ഈ മഹാമന്ത്രം ജീവിതത്തിന് പുതിയ പ്രത്യാശയും ദൈവിക സംരക്ഷണവും നൽകുന്ന അതുല്യമായ ഉപാസനാ മാർഗമാണ്.